നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ സാക്ഷാൽ മഹാദേവന്റെയും സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകളോ അല്ലെങ്കിൽ മനസ്സിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ആകുലതകളോ അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ അത് ഒഴിഞ്ഞു പോകണമേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾക്കൊരു ചിത്രം തിരഞ്ഞെടുക്കാം. അപ്പോൾ എന്താണ് ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാം സന്ദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കുന്നതായ ആ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഒരു ഫലം അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരിഹാരങ്ങൾ സാധ്യമാകാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധി നിങ്ങൾക്ക് ആ വിശ്വസിക്കുന്ന ശക്തിയോട് ഭഗവാനോട് നിങ്ങൾ ചോദിക്കുന്നത് വഴി തീർച്ചയായും ചില പ്രതിവിധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ന്യായമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഏവരും ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ദേവതകളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഓം നമോ നാരായണായ എന്നോ ഓം നമ ശിവായ എന്നോ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെയാണ്, ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ മഹാദേവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാട്ടിത്തന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിന്നും ഒരു മുക്തി ലഭിക്കുവാൻ നിങ്ങൾക്ക് സമയമായി എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഒരു പരിഹാരം അത് ശാശ്വതമായ പരിഹാരമാകാം, അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു രക്ഷയും പിന്നീട് പ്രവർത്തനങ്ങളിലൂടെ അത് നിങ്ങൾക്ക് സ്ഥിരമായ ഒരു പരിഹാരമായി മാറ്റുകയും ചെയ്യാം എന്നുള്ളതാണ്. അത്തരം ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനായി പോകുന്നത്. അപ്പോൾ ഭഗവാൻ തോന്നിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം എന്നുള്ളതാണ്. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ചില സാഹചര്യങ്ങൾ അനുകൂലമായി ഉരുത്തിരിയുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നു, അതിനുള്ള സാഹചര്യമാണ് ഉള്ളത്. കർമ്മ മേഖല അല്ലെങ്കിൽ തൊഴിൽപരമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിലും വന്നു ചേരുന്ന അവസരങ്ങൾ അത് കൃത്യതയോടെ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന് ആലസ്യം തന്നെയാണ്. മടി, ആലസ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുകയും നിങ്ങളുടെ കാര്യങ്ങൾ പിന്നീടാകാം എന്നൊരു ചിന്തയും നിങ്ങൾക്കുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് ദോഷകരമാകാം.
അതിനാൽ തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി നിങ്ങൾ, അതായത് ഭഗവാൻ പറയുന്ന, മനസ്സിൽ തോന്നുന്ന ആ കാര്യങ്ങൾ അത് കൃത്യതയോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനം എന്നത് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്, ആഗ്രഹിക്കുന്നു എങ്കിലും അത് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എങ്കിൽ, അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഉറക്കം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ ആയി നിങ്ങൾക്ക് പല കാര്യങ്ങളോടും ഒരു വിരക്തി അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതിൽ നിങ്ങൾ തളർന്ന് പോകേണ്ടതായിട്ടില്ല എന്നാണ് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്നത്. തിരിച്ചടികൾ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതാണ്. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അത് ഈ ദിവസങ്ങളിലായി നിങ്ങൾക്ക് പ്രകടമാകുന്നു, അല്ലെങ്കിൽ കൂടുതലായി പ്രകടമാകുന്നു എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ചില ബലങ്ങൾ, ശക്തി, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതിലൊന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാണ്. പലരും പല വിധത്തിലും തകർക്കുവാൻ ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. അവിടെ പരാജയപ്പെട്ടു പോകുവാൻ പാടുള്ളതല്ല. ഈ സമയം അവസരങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകണം. മറ്റൊന്ന് ധൈര്യം തന്നെയാണ്. ധൈര്യത്തോടെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ മുന്നേറിക്കൊള്ളൂ, ഭഗവാൻ സംരക്ഷിച്ചുകൊള്ളും എന്നൊരു സൂചന ഈ സമയം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഈ സമയം കൊണ്ട് തന്നെ ഉത്തരം നൽകിയിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ സമയം അവിശ്വാസത്തിന് യാതൊരു വിധത്തിലും സ്ഥാനമില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക്, അതായത് ഭഗവാന്റെ ഇച്ഛ പോലെ ആ കാര്യങ്ങൾ നടക്കുന്നതായ ഒരു സാഹചര്യം ആഗതമായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവാഹം പോലെ തന്നെ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. പലതും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്ത, വിഷമം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും ആ ഒരു ചിന്ത നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഞാൻ ഇത്രമേൽ സത്യസന്ധമായി മുന്നോട്ട് പോയിട്ടും, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളതായ സാഹചര്യത്തിൽ ഇത്തരം തിരിച്ചടികൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊരു ആശയക്കുഴപ്പം, ആശങ്ക നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിന് ഒരു അറുതി വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഭഗവാൻ നിങ്ങളെ കടത്തിയിരിക്കുന്നത്, പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവാന് നിങ്ങളുടെ ഭക്തിയിൽ തൃപ്തിയുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. പല അവസരങ്ങളിലും അത്തരം ഒരു ചിന്ത മനസ്സിലുണ്ടാകേണ്ടിയിരുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങൾ ആ സാഹചര്യങ്ങളെ കൃത്യതയോടെ തരണം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ചിന്തിച്ചു നോക്കുമ്പോൾ എപ്രകാരമാണ് എനിക്കത് സാധ്യമായത് എന്ന് പോലും ചിന്തിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. അവിടെയാണ് ഭഗവാൻ നിങ്ങൾക്ക് താങ്ങായി നിൽക്കുകയും കൃത്യമായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നൽകുകയും ചെയ്യുന്നത്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന സൂചനയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. ധൈര്യത്തോടെ തന്നെ മുന്നേറൂ.
രണ്ടാമത്തെ ചിത്രം അഥവാ ഗുരുവായൂരപ്പൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എടുത്തു പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെയധികം നിഷ്കളങ്കരായ വ്യക്തികളാണ്. നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും പല അബദ്ധങ്ങളും ജീവിതത്തിൽ പിണഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് എങ്കിൽ ആ കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നു എന്നൊരു ബോധ്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും എടുത്തുചാട്ടം നിങ്ങൾക്ക് അബദ്ധമായി മാറിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ക്ഷമ നശിച്ചത് മൂലമുള്ള ചില പ്രവൃത്തികൾ അതും നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇനിയും അത് വേണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട, പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്നതുമാണ്. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമ പലപ്പോഴും തീരെയില്ല എന്ന് കാണുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ചില അബദ്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ. അബദ്ധവശാൽ പല കാര്യങ്ങളും ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടുപോലും സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ആലോചിച്ച് തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ സൗമ്യതയോടെ ചിന്തിച്ച് അല്പം സമയമെടുത്ത് തന്നെ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കണം എന്ന് ഭഗവാൻ കൃത്യതയോടെ നിങ്ങളോട് പറയുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഒരു കൃത്യമായ പ്രാധാന്യം നൽകാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് തീർച്ചയായും വേണ്ട ഒരു സമയമാണ്. വളരെ കാലങ്ങളായി പല കാര്യങ്ങളും നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. പല സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആ സ്വപ്നങ്ങൾ പലപ്പോഴും പൂവണിയുന്നില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ട് എന്നതും വാസ്തവമാണ്. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നൽകാവുന്ന ജോലിയാകാം, തൊഴിൽപരമായ സാഹചര്യങ്ങളാകാം, കുടുംബ സാഹചര്യങ്ങളാകാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാകാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങളിലേക്ക് മാറുവാൻ സാധിച്ചു എന്ന് വരാം. ഒരു വാഹനം സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് അനുകൂല ഫലം സിദ്ധിക്കാം എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി ലഭിക്കുവാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾ അനുഭവിക്കുന്നത് ചില തടസ്സങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യം അല്പ ദിവസം കൂടി നീണ്ടുപോകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വരുന്ന ദിവസങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യം വന്നു ചേരാം. ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും.
അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ സാധിക്കും എന്നുള്ളതാണ്. ചില തർക്കങ്ങൾ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സാധ്യമാകാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും ഒന്നും ചെയ്യാതെ തന്നെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് കൃത്യതയോടെ പരിഹരിക്കുവാനുള്ള ഒരു അവസരം കടന്നു വരാം, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ചുരുക്കി പറഞ്ഞാൽ സൗഹൃദം കൂടുതൽ പുഷ്ടിപ്പെടാവുന്ന സാഹചര്യമുണ്ട്. ചില സഹായങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് കടന്നു വരാം. ചില പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും അനുകൂലമായി ലഭിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ സാധ്യമാകാം എന്നുള്ളതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്കത് സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ചില ബന്ധങ്ങൾ, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ പോലുള്ള കാര്യങ്ങൾ കടന്നു വരികയോ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും ഒരു ആത്മാർത്ഥമായ സഹായം നിങ്ങൾക്ക് ലഭിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നതായ പല വിഷമകരമായ സാഹചര്യങ്ങളെയും മറികടക്കുവാൻ സാധിക്കും. കഷ്ടപ്പാടുകൾക്ക് ഒരു പരിഹാരം ലഭിക്കാവുന്ന സാഹചര്യം. പല കാര്യങ്ങളും എപ്രകാരം തീർക്കും എന്നുള്ളൊരു ചിന്തയ്ക്ക് ഒരു മറുപടി ലഭിക്കാം. ഈ സമയം ചില കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം. പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അത് ഒരു പരിധിവരെയെങ്കിലും തീർക്കുവാൻ സാധിച്ചു എന്നുള്ള സാഹചര്യം വന്നു ചേരാം. ഈ സമയം ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഈശ്വരാനുഗ്രഹവുമായി ബന്ധപ്പെട്ട്, ദൈവാനുഗ്രഹവുമായി ബന്ധപ്പെട്ട് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത്, ഈ സമയം നിങ്ങൾക്ക് ചില ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതുപോലെ തന്നെ ചില അവസരങ്ങൾ നിങ്ങൾക്ക് ചില വ്യക്തികൾ മൂലം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഈ സമയം അറിയുവാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കൂ. ധൈര്യത്തോടെ ഈ സമയം മുന്നോട്ട് നീങ്ങണം.